രത്തൻ ലുവാങ്ജ എന്ന മണിപ്പൂരിലെ ഏറ്റവും പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ വെടിയേറ്റ് വീണത് 15 വർഷം മുൻപാണ്. ഒരു വർഷത്തോളം രത്തന് പിന്നീട് കിടക്കയിൽ തന്നെ കഴിയേണ്ടി വന്നു. പുലർച്ചെ 4 മണിക്ക് സൂര്യനുദിക്കുകയും വൈകിട്ട് 4ഓടെ സന്ധ്യ പൊലിഞ്ഞു വീഴുകയും ചെയ്യുന്ന മലമുകളിലെ സമാധാനമുള്ള നടത്തങ്ങളെക്കുറിച്ച് ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞ വാക്കുകളിൽ ആ വിഷ്വലുണ്ടായിരുന്നു. പ്രമുഖ ഡോക്യുമെൻ്ററി സംവിധായകൻ ജോഷി ജോസഫ് മണിപ്പൂർ റിവ്യൂവിൽ അതിനെക്കുറിച്ച് എഴുതി. പത്രം വായിക്കാനും ചായ കുടിക്കാനുമുള്ള നടത്തം. അങ്ങനെ നടന്ന ചൗബ എന്ന മനുഷ്യനെയും അയാൾക്കൊപ്പമുള്ള താറാവുകളെയും കുറിച്ച് അയാൾ പറഞ്ഞു. തടാകക്കരയിൽ വെയിൽ കൊള്ളുന്ന താറാവുകൾ, പത്രം വായിച്ചിരിക്കുന്ന ചൗബ. ആ ദൃശ്യം ഓർത്തെടുത്ത് ജോഷി പിന്നീട് ഇംഫാൽ പത്രത്തിൽ എഴുതി. അത് ഡോക്യുമെൻ്ററിയായി മാറി. ആ കാലത്തിൽ നിന്നെല്ലാം മണിപ്പൂർ പിന്നെയും മാറിയിരിക്കുന്നു. എ ജുവൽഡ് ലാൻഡ്. മണിപ്പൂർ എന്ന പേരിൻ്റെ അർത്ഥം അതാണ്. മ്യാൻമറുമായും നാഗാലാൻഡ്, മിസോറം, അസം സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ദേശം. കാടും മലയും അരുവികളും ഇംഫാൽ എന്ന മലമുകളിലെ പട്ടണവുമുള്ള, ഗോത്ര രീതികളും മിഷണറി സ്ഥാപനങ്ങളുമുള്ള കൊച്ചു സംസ്ഥാനം. പക്ഷേ ഇപ്പോഴത്തെ മണിപ്പൂരിൻ്റെ പേരിന് വെടിയൊച്ചയും അശാന്തമായ കലാപമുഴക്കങ്ങളുമുണ്ട്. ഇപ്പോഴത്തേത് മാത്രമല്ല, മണിപ്പൂരിൻ്റെ ചരിത്രം തന്നെ അതിൻ്റെ പ്രകൃതി പ്രശാന്തതയ്ക്ക് ഘടകവിരുദ്ധമാണ്. കളുടെ മധ്യത്തിൽ ബർമ്മയുമായി നിരവധി ഏറ്റുമുട്ടലുകൾ നടത്തിയ ജനത. വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളും സൈനിക ഇടപെടലുകളും അവിടുത്തെ ജനത ഏറെ കണ്ടു കഴിഞ്ഞ 4 നൂറ്റാണ്ടിനിടെ. ഇറോം ശർമിളയുടെ സമാനതകളില്ലാത്ത പ്രതിഷേധം ലോകം തന്നെ കണ്ടുനിന്നു. ഇംഫാലിൽ നിന്ന് സ്ത്രീകൾ പട്ടാളത്തിൻ്റെ ലൈംഗികാതിക്രമത്തിനെതിരെ രോഷാകുലരായി അർദ്ധനഗ്നരായി നഗരത്തിലൂടെ റാലി നടത്തി. ഇപ്പോഴത്തെ പുതിയ കലാപങ്ങൾ പക്ഷേ മെയ്തേയ് കുക്കി വംശീയ സംഘർഷത്തിൽ തുടങ്ങുന്നു. ഇപ്പോൾ സ്ഥിതി കൂടുതൽ സങ്കീർണവും സംഘർഷഭരിതവുമായിരിക്കുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ മെയ് മുതൽ ഇതുവരെ 200-ലധികം പേർ കൊല്ലപ്പെട്ടു, 1000-ലധികം പേർക്ക് പരിക്കേറ്റു, 4786 വീടുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. അറുപതിനായിരത്തോളം പേർക്ക് വീട് നഷ്ടപ്പെടുകയോ വീടൊഴിഞ്ഞ് പലായനം ചെയ്യേണ്ടതോ ആയ സ്ഥിതി വന്നു. പുതിയ അക്രമ സംഭവങ്ങളിൽ നിന്ന് 31-കാരിയായ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കി ചുട്ടുകൊന്നതാണ്. 20ഓളം വീടുകൾ അഗ്നിക്കിരയായി. 11 സായുധരായ നാട്ടുകാരെ CRPF വെടിവെച്ചു കൊന്ന വാർത്ത അതിനുശേഷം പുറത്തുവന്നു. മണിപ്പൂരിൽ സമാധാനത്തിൻ്റെ സൂര്യനുദിക്കുമെന്ന് പാർലമെന്റിൽ പറഞ്ഞ പ്രതീക്ഷ നൽകിയ പ്രധാനമന്ത്രി ഇതുവരെ അവിടെ പോയില്ല. ഫെർസാൾ ജിരിബ മേഖലയിലടക്കം കുക്കികളുടേതുൾപ്പെടെ വലിയ സുരക്ഷാ പ്രശ്നമാണെന്ന് കേന്ദ്രം ഇടപെടണമെന്നും പ്രാദേശിക ഗോത്രസമിതി ആവശ്യപ്പെട്ടിരുന്നു. വലിയ കലാപ സാധ്യതയുണ്ടെന്ന് ഇൻഡിജനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറവും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ പ്രകോപനം കൂടുകയാണുണ്ടായത്. അക്രമം പ്രതിരോധിക്കാനും സ്വയരക്ഷയ്ക്കുമാണ് 11 പേരെ വെടിവെച്ചിട്ടതെന്ന് CRPF പറയുന്നു. ശേഷം 2 മെയ്തേയ് വിഭാഗക്കാരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളും കണ്ടെടുക്കപ്പെട്ടു. വടക്ക് കിഴക്കിലെ ഈ കൊച്ചു സംസ്ഥാനത്ത് ചോരക്കളി തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ചെറിയ മിസൈൽ ആക്രമണങ്ങളിലേക്ക് വരെ അവിടുത്തെ സായുധ ഗ്രൂപ്പുകൾ എത്തി. തെറ്റിദ്ധാരണയ്ക്കും വൈകാരിക പ്രകടനങ്ങൾക്കുമിടെ അവരുടെ പല പ്രതിഷേധങ്ങളും വലിയ ആക്രമണോത്സുകമായ പ്രകോപനമായി മാറുന്നു. 2500ഓളം സൈനികരെ പുതിയതായി ഈ മേഖലയിൽ വിന്യസിച്ചു കേന്ദ്രം. ഇന്നർ ലൈൻ പെർമിറ്റ് ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൽ സർക്കാർ വിജയിച്ചു.
ജിരിബാം അടക്കമുള്ള മേഖലകളിൽ പ്രത്യേക സൈനിക സവിശേഷാധികാര നിയമം നടപ്പാക്കിയ കേന്ദ്ര ഉത്തരവ് വീണ്ടും പുറപ്പെടുവിച്ചു. ഇതേ അബ്സ നിയമത്തിനെതിരെയാണ് ഇറോം ശർമിളയടക്കം പ്രതിഷേധിച്ചതെങ്കിൽ അത് മണിപ്പൂരിൻ്റെ ശീലത്തിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന 2 കുട്ടികളായി കഴിഞ്ഞ ഇറോം ശർമിള പിന്നീട് മണിപ്പൂരിലേക്ക് വന്നില്ല. പക്ഷേ അവിടുത്തെ കലാപങ്ങൾ ഒടുങ്ങുന്നുമില്ല. അവരുടെ ഏറ്റുമുട്ടലുകളും വൈകാരിക ആക്രമണങ്ങളും തുടരുകയാണ്. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും തൂക്കുകളും ചെറിയ മിസൈലുകളും വരെ മണിപ്പൂർ ഗ്രാമങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടതായി വാർത്തകൾ പുറത്തുവരുന്നു. അത് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് പകരം കേന്ദ്രം ഒരു വിഭാഗത്തിനൊപ്പം മാത്രം നിൽക്കുന്നു എന്നതാണ് വിമർശനം. അതായത് പ്രശ്നങ്ങൾ തീർക്കാതെ, സമാധാനത്തിനായി ഇടപെടാതെ ഒരു ജനത.